ഇറാൻ ആണവ ചർച്ചകൾ തകിടം മറിഞ്ഞോ? അത്തരം സൂചനകളാണ് പുറത്തുവരുന്നത്. ഹൂതികൾ ഇസ്രായേലിനും യുഎസിനുമെതിരെ അതിശക്തമായ ആക്രമണമാണ് നടത്തുന്നത്. ഹൂതികൾക്ക് പിന്നിൽ ഇറാനാണ്. അതിനാൽ ഇറാനെ ഒതുക്കുകയാണ് വേണ്ടത്. യുഎസിന് നന്നായി അതറിയാം. യുഎസിൻ്റെ നീക്കം ഇറാനും മനസ്സിലാക്കുന്നുണ്ട്. ആണവ ചർച്ച പോലും ഇറാനെ ഒതുക്കി നിർത്താനുള്ള യുഎസിൻ്റെ തന്ത്രമാണെന്നും ഇറാന് വ്യക്തമായി അറിയാം. ഇറാൻ്റെ പ്രതിരോധ മന്ത്രി ജനറൽ അസീസ് നസീർ സാദയുടെ ഒരു പ്രസ്താവനയെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. പ്രസ്താവന എന്ന് പറഞ്ഞുകൂടാ, ഒരു ഭീഷണിയാണ്. അതിനുള്ളിലൊരു ആക്രമണ നീക്കത്തെക്കുറിച്ച് പരോക്ഷമായി പറയുന്നുണ്ട്. പ്രസ്താവന ഇങ്ങനെയാണ്: ഞങ്ങളെ ആക്രമിക്കുകയോ യുദ്ധം ഞങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയോ ചെയ്താൽ ഞങ്ങൾ ശക്തിയോടെ പ്രതികരിക്കും. അവരുടെ താവളങ്ങളെയും ഞങ്ങൾ ആക്രമിക്കും. ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് മടിയില്ല. ആക്രമണവുമായി ഏതറ്റം വരെയും പോകും. നമ്മൾ നമ്മുടെ അയൽ രാജ്യങ്ങളുടെ ശത്രുക്കളല്ല, അവർ നമ്മുടെ സഹോദരങ്ങളാണ്. പക്ഷേ അവരുടെ മണ്ണിലുള്ള അമേരിക്കൻ താവളങ്ങളായിരിക്കും ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ. ഇങ്ങനെയാണ് പ്രതിരോധ മന്ത്രിയുടെ മുന്നറിയിപ്പ്. അതായത് മിഡിൽ ഈസ്റ്റിലെ യു എസിൻ്റെ സൈനിക താവളങ്ങൾ തങ്ങൾക്ക് ഭീഷണിയാണെന്ന് ഇറാന് നന്നായിട്ടറിയാം. ഈ താവളങ്ങളെ ഇല്ലാതാക്കുകയാണ് ഇറാൻ്റെ ലക്ഷ്യം. യു എസ് സൈനിക താവളങ്ങൾ ഇറാനെ ആക്രമിക്കാനായി ഉപയോഗിച്ചാൽ അത് അറബ് രാജ്യങ്ങളാണെങ്കിൽ പോലും ശക്തമായി തിരിച്ചടിക്കുമെന്നാണ് ഇറാൻ്റെ മുന്നറിയിപ്പ്. മിഡിൽ ഈസ്റ്റിൽ സംഘർഷം തുടരുന്നതിനിടെ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം നടത്തിയിരിക്കുകയാണ് ഇറാൻ. ഞായറാഴ്ച വൈകുന്നേരമായിരുന്നു ഇറാൻ മിസൈൽ പരീക്ഷണം നടത്തിയത്. 1200 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഹാസം ബാസിർ ഖര ഇന്ധന ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചുവെന്നാണ് മെഹർ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തത്. പുതിയ ഖര ഇന്ധന മിസൈലിന് മുൻ മിസൈലുകളേക്കാൾ മികച്ച പ്രകടനശേഷി ഉണ്ടാകുമെന്നാണ് ഇറാൻ പ്രതിരോധ മന്ത്രി ജനറൽ അസീസ് നസീർ സാദെ പറഞ്ഞത്. താഡ്, പാട്രിയറ്റ് പോലെയുള്ള ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാനുള്ള ശേഷിയുണ്ടെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അവകാശപ്പെട്ടു. ഏപ്രിൽ 17-ന് മിസൈൽ പരീക്ഷിച്ചതായാണ് റിപ്പോർട്ട്. പരീക്ഷണത്തിൻ്റെ ദൃശ്യങ്ങൾ ഞായറാഴ്ച പുറത്തുവിടുകയും ചെയ്തു. പരീക്ഷണ വിക്ഷേപണത്തിൽ മിസൈൽ അതിൻ്റെ ലക്ഷ്യം കണ്ടെന്നും ഇറാൻ അവകാശപ്പെട്ടു. കഴിഞ്ഞ വർഷം ഇസ്രായേലിനെതിരെ ട്രൂ പ്രോമിസ് 1, ട്രൂ പ്രോമിസ് 2 എന്നീ ആക്രമണങ്ങൾ ഇറാൻ നടത്തിയിരുന്നു. ഈ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പരീക്ഷിച്ച മിസൈലിന് ഉയർന്ന പ്രകടനശേഷിയുണ്ടെന്നും ഇറാൻ പറയുന്നു. അതിനിടെ ഇറാനിലുടനീളം സ്ഫോടനങ്ങളും തീപിടുത്തങ്ങളും ഉണ്ടായി. ഇസ്രായേലിലെ ബെൻ ഗുരിയോൺ വിമാനത്താവളത്തിൽ ഹൂതി മിസൈൽ ആക്രമണം നടത്തിയതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇറാനിൽ സ്ഫോടനങ്ങളുണ്ടായത്. മഷാദിലെ ഒരു മോട്ടോർ സൈക്കിൾ ഫാക്ടറിയിൽ വൻ സ്ഫോടനമുണ്ടായി. കരാജിലെ പവർ പ്ലാന്റിലും സ്ഫോടനമുണ്ടായി. ഖോമിയിലും തീപിടുത്തമുണ്ടായി. യമനിലെ സായുധ ഗ്രൂപ്പുകളായി ഹൂതികൾ ഇറാൻ്റെ പിന്തുണയോടെയാണ് പ്രവർത്തിക്കുന്നത്. ബെൻ ഗുരിയോൺ വിമാനത്താവള ആക്രമണത്തിൻ്റെ രീതി ഇസ്രായേലിനെ അമ്പരപ്പിച്ചിരുന്നു. മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ പരാജയപ്പെട്ടെന്ന സൂചനയും പുറത്തുവന്നു. വിമാനത്താവളത്തിന് സമീപം ആക്രമണത്തിൽ വൻ ഗർത്തം രൂപപ്പെട്ടു. മാത്രമല്ല, വിമാനത്താവളത്തിലും നാശനഷ്ടം ഉണ്ടായതായ റിപ്പോർട്ടുകൾ പുറത്തുവന്നു. വിമാനത്താവളത്തിലെ ഒരു പാസഞ്ചർ ടെർമിനലിൽ പുക ഉയരുന്നതിൻ്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. പിന്നാലെയാണ് ഇറാനിൽ സ്ഫോടനങ്ങളും തീപിടുത്തവും ഉണ്ടായത്. ഇറാനിലെ സ്ഫോടനങ്ങളുടെയും തീപിടുത്തങ്ങളുടെയും പിന്നിൽ ദുരൂഹതയുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. ഇസ്രായേലിൻ്റെ പ്രതികാരമാണോ സ്ഫോടനങ്ങൾ? ആ രീതിയിലും അഭ്യൂഹങ്ങൾ ഉയരുന്നുണ്ട്. ബെൻ ഗുരിയോൺ വിമാനത്താവള ആക്രമണത്തിന് തിരിച്ചടിയുണ്ടാകുമെന്ന് ഇസ്രായേൽ ഭീഷണി മുഴക്കിയിരുന്നു. ഈ സാഹചര്യത്തിൽ ഈ അപകടങ്ങൾ തമ്മിൽ ബന്ധമുണ്ടോ എന്ന ചോദ്യമാണ് ഉയരുന്നത്.